ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ട്രാവൽ വ്ലോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നത് ചെന്നൈയിലുള്ള മറീന ബീച്ചിലൂടെയാണ്. അപ്പം ഈ ബീച്ചിന് ഒരുപാട് പ്രത്യേകത ഉണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും. ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും നീളം കൂടിയ അർബൻ ബീച്ചാണ് മറീന ബീച്ച്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബീച്ചുമാണ്. ഏകദേശം ഒരു 13 കിലോമീറ്ററോളം നീളത്തിൽ വ്യാപിച്ച് കിടക്കുന്ന ഈ ബീച്ച് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഭംഗിയായിട്ടോ കാണാനായിട്ട്. ഇങ്ങനെ സ്വർണ്ണ കളറിലുള്ള ആ മണൽ തലയിലൂടെ വേണം നമുക്ക് നടന്ന് അങ്ങോട്ട് എത്താനായിട്ട്. ഒരുപാട് ദൂരം നടക്കാനുണ്ട്. പറഞ്ഞല്ലോ 13 കിലോമീറ്റർ നീളത്തിലുള്ള ബീച്ചാണ്. അപ്പോൾ നമ്മൾ ആ ബീച്ചിലേക്ക് എത്താൻ തന്നെ ഈ പൂഴിമണലിൽ നടന്നിട്ട് വേണം. അപ്പോൾ അത് നമുക്കറിയാലോ, പൂഴിമണൽ നടക്കുമ്പോൾ നടന്നാൽ നീങ്ങില്ല, കാലിലെല്ലാം മണ്ണ് ഇങ്ങനെ പറ്റി പിടിക്കും. ഒത്തിരി ദൂരം ഉള്ളതുകൊണ്ട് തന്നെ നന്നായിട്ട് കാലൊക്കെ വേദനിക്കും. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ എത്തിക്കഴിയുമ്പോഴൊരു കാഴ്ച ഭയങ്കര ഭംഗിയാണ്. പൊതുവേ എനിക്ക് ബീച്ചുകൾ ഭയങ്കര ഇഷ്ടമാണ് നന്നായിട്ട്. അപ്പം ഇത്രയും നീളം കൂടി ഇത്രയും ഭംഗിയുള്ള ഒരു ബീച്ച് അടുത്ത് കാണുമ്പോഴത്തേക്കും അതെന്തായാലും കാണാമെന്ന് വിചാരിച്ചു. എനിക്ക് ചെന്നൈയിൽ ഒരു ദിവസം തങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഞാനും മക്കളും ഉണ്ടായിരുന്നു. മോളെ കൊണ്ടുവന്നാക്കാൻ വന്നതാണ്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് എങ്ങനെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവണ്ണൂരാണ് മോൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ലോക്കൽ ട്രെയിനാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. ലോക്കൽ ട്രെയിനൊക്കെ വളരെ ചാർജ് കുറവാണ്, 5 രൂപയുള്ളൂ ലോക്കൽ ട്രെയിനിന്. അപ്പോൾ നമ്മൾ വന്നിറങ്ങിയത് ചെപ്പോക്ക് റെയിൽവേ സ്റ്റേഷനിലാണ്. ചെപ്പോക്ക് സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ വലിയൊരു സ്റ്റേഡിയം ഉണ്ട് അവിടെ. അപ്പം അതിൻ്റെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനാണ് ഈ നമ്മൾക്ക് മെറീന ബീച്ചിലേക്കും വരേണ്ടത്. അപ്പം 5 രൂപ ആണ് ഒരാൾക്ക് വന്നിട്ടുള്ളൂ. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ലോക്കൽ ട്രെയിൻ വഴിയാണ് ഞങ്ങളിവിടെ എത്തിയത്. അപ്പോൾ എനിക്കത് വളരെ ചീപ്പ് റേറ്റായിട്ട് തോന്നിയിട്ടു. നമ്മളിപ്പോൾ ഒരു ഓട്ടോ വിളിക്കുക അല്ലെങ്കിൽ വണ്ടി വിളിച്ച് ഊബറൊക്കെ വിളിച്ച് വരികയാണെങ്കിൽ നമുക്കിതിലും കൂടുതൽ എമൗണ്ട് ആവും. അപ്പോൾ ഞങ്ങൾക്ക് ആകെ ഒരു ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ദിവസം കൊണ്ട് കവർ ചെയ്യാൻ അധികം സ്പോട്ടൊന്നും നമ്മൾ വച്ചിട്ടുണ്ടായിരുന്നില്ല. മെറീന ബീച്ചിൻ്റെ ലിസ്റ്റിൽ ഞാൻ മനസ്സിൽ കരുതിയിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരു മാളും കൂടി വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ മെറീന ബീച്ചിൻ്റെ വീഡിയോ മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മൾക്കൊരു വീഡിയോയിൽ നമ്മൾ വിസിറ്റ് ചെയ്ത് അടുത്ത വലിയൊരു മാളിൻ്റെ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അവിടെ വന്നിട്ട് നമ്മൾക്ക് ഈ തിരമാലകളൊക്കെ അടിച്ച് വരുമ്പോൾ ഒരു കാഴ്ച ഭയങ്കര രസമാണ്. ബീച്ചിൽ വന്നാൽ നമ്മൾ ബീച്ചിലിറങ്ങി കുറച്ചെങ്കിലും നമ്മളൊക്കെ ഒന്ന് നനഞ്ഞാലാണ് അതിൻ്റെ ഒരു രസം അറിയാൻ പറ്റും. അപ്പോൾ എന്തായാലും കുറച്ചൊക്കെ നമ്മൾ വെള്ളത്തിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാടൊന്നും അങ്ങ് വെള്ളത്തിലേക്ക് ഫുള്ളായിട്ട് ഇറങ്ങിയില്ല, കാരണം നമുക്ക് യാത്ര വീണ്ടും ചെയ്യാനുള്ളത് കൊണ്ട്. പിന്നെ അതുപോലെ ഈ മറീന ബീച്ചിൻ്റെ ആ ഒരു ഏരിയയിൽ ഫുള്ളും നമുക്ക് ഒരുപാട് കടകൾ, ഇപ്പോൾ ഫുഡിൻ്റെ തട്ടുകടകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ ചെറിയ കടകളുണ്ട്. അതുപോലെ ഒരുപാട് വേറെ ഇപ്പോൾ എന്താ പറയുക, ജ്വല്ലറി ഐറ്റംസ്, ബാഗുകൾ, ടാറ്റു, കരിമീൻ ജ്യൂസിൻ്റെയൊക്കെ ഓരോ സെക്ഷൻ, അങ്ങനെ പല പല സെക്ഷനുകളായിട്ട് ഒരുപാട് സ്റ്റാളുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇഷ്ടംപോലെ ടൈം അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് ഇഷ്ടമുള്ള ഫുഡൊക്കെ വാങ്ങിക്കഴിച്ച് ഞങ്ങൾ കരിമീൻ ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ ഒരുക്കി വെക്കുന്നത് നല്ല ഭംഗിയിലായിരുന്നു കേട്ടോ. അതൊക്കെ നമുക്ക് അപ്പം തന്നെ ചെയ്യുന്നതായതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് മേടിച്ച് കഴിക്കാൻ പറ്റും. പിന്നെന്താണ്, ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ബീച്ച് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ബീച്ചും കടലിലെ തിരമാലകളുടെ ഒരു ഇതും ആകാശത്തിലെ ഭംഗിയൊക്കെ കൂടി നല്ല രസമാണ്. പിന്നെ ഈ ബീച്ചിന് ഒരുപാട് പ്രത്യേകത ഉണ്ടെന്ന്, ഒരുപാട് മഹാന്മാരുടെയൊക്കെ അന്തിമ സ്ഥലമൊക്കെ ഇവിടെയാണ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾക്കതൊന്നും കൂടുതൽ എനിക്ക് വിശദമായിട്ട് അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ കോണ്, മുന്തിരി, പിന്നെന്താണ് മാങ്ങ ഉപ്പിലിട്ടും പൈനാപ്പിളൊക്കെ കട്ട് ചെയ്തൊക്കെ നല്ല ഭംഗിയിൽ വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിൽ നിന്ന് കോണ് വാങ്ങിച്ച് കഴിച്ചിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ നമ്മൾക്ക് അവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ കുറച്ച് ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇരുന്ന് കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്ത് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഞങ്ങൾ എന്തായാലും മറീന ബീച്ച് നന്നായിട്ട് ആസ്വദിച്ചു. അത്യാവശ്യം നമ്മുടെ കാലൊക്കെ നന്നായിട്ട് വേദനിക്കും കേട്ടോ. പക്ഷേ എങ്കിലും 2-3 ദിവസമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നമ്മൾ അന്ന് തന്നെ യാത്ര തിരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും ഇത് ഞാൻ പറഞ്ഞത്. എന്തായാലും എപ്പോഴെങ്കിലുമൊക്കെ ചെന്നൈയിലൊക്കെ വരാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നടക്കാനൊക്കെ ആവതുള്ളവരായിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലുള്ളൊരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഐ ലവ് മറീന എന്ന് എഴുതി വെച്ചിട്ടുള്ളത്. അവിടെ കുറച്ച് ഭംഗിയിൽ അവർ ഡെക്കറേറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എൻ്റെ ശബ്ദമൊക്കെ നന്നായിട്ട് അടച്ചു പോയിട്ടുണ്ട്. 2-3 ദിവസത്തെ യാത്രയുടെയൊക്കെ ആയിരിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്ര.
കാറ്റൊക്കെ അടിച്ചിട്ടുള്ള ആ ഒരു ഇതിലേക്കാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതെന്തായാലും നിങ്ങൾ ക്ഷമിക്കുക. ഈ കാഴ്ചകൾ കണ്ടപ്പോൾ നിങ്ങളിലേക്ക് പകർത്തണമെന്ന് തോന്നി, ഇല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ എനിക്ക് വീണ്ടും വന്നിട്ട് കാണണമെന്ന് തോന്നി, നമുക്ക് തന്നെ അത് ഉപകാരപ്പെടുമല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ പോയ ഞാൻ പറഞ്ഞൊരു മോളിൽ നമ്മൾ പോയിരുന്നല്ലോ, അതിൻ്റെ കാഴ്ചകളായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.